ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകണം എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളെ കോളേജിൽ പഠിച്ച നമ്മളൊരു സുഹൃത്തിൻ്റെ പെങ്ങളെ കല്യാണം നിൽക്കുകയാണ്. അപ്പോൾ അതിനൊന്ന് കൂടാൻ പോയതാണ്. ഏതായാലും നമ്മളവിടെ എത്തിയപ്പോഴത്തേനും നിൽക്കാതെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചെക്കൻ സ്റ്റേജിൽ എത്തി. ചെക്കൻ്റെ കൂട്ടക്കാരെത്തി. ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ പരിപാടി, നല്ല കമ്പനിക്കാരാണ്. ഡ്രസ് കോഡൊക്കെ ഇറക്കി ഫുൾ സെറ്റപ്പിൽ. അപ്പോൾ ഏതായാലും ഓരോരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ഏതായാലും പുതിയണ്ണിനെ സ്റ്റേജിന്മേൽ കയറ്റി നമ്മളെന്ത് ചെയ്തു, ഫുഡേക്കാളുടെ മൈൻഡിൽ അങ്ങനെ നിൽക്കുക. പുതിയണ്ണ സ്റ്റേജിന്മേൽ കയറിയാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഏതായാലും ഫുഡ് കഴിക്കാൻ നല്ല അടിപൊളി മന്തി ഉണ്ടായിരുന്നു, നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, നല്ല ചിക്കൻ പൊരിച്ചത്, ഇതിലെ ഫുഡ്. ഏതായാലും അതൊക്കെ അടിച്ച് പിന്നെ ഇറങ്ങി പോവാൻ നോക്കുക. ഇതാണ് നമ്മളെ കമ്പനിക്കാരൻ, നമ്മളെ പുതിയണ്ണിൻ്റെ ആറ്റിലായ ആങ്ങള. ഏതായാലും നമ്മളിറങ്ങി. ചെക്കന്മാർക്കൊക്കെ എന്തൊക്കെ പരിപാടിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഇടയ്ക്കൊരു മഴയും പെയ്തു. നല്ല വൈബിൽ മയത്ത് നല്ല പാട്ടും കേട്ട് ഒരു യാത്ര. ആ യാത്രയാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. ഞങ്ങൾ എവിടെ പോയാലും ഒരു ലക്കിയും കാണാനില്ലെങ്കിലും ആ യാത്ര ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. ആ ഒരു മെച്ചം മാത്രമാണ് യാത്രയും കൂടെ ഞങ്ങൾക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. കാഴ്ചകളേക്കാളും നമ്മൾ തമ്മിലുള്ള ടൈം ഉണ്ടല്ലോ, ആ ടൈം നമ്മളെന്നോ ചിലയിടത്ത് പോയാൽ ഒന്നും കാണാണ്ടാവില്ല, പക്ഷെ നമ്മളാ പോയത് നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മളെ സംസാരം കാര്യങ്ങൾ, അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ, അതാണ് ഈ യാത്രേൻ്റെ പ്രത്യേകത. അങ്ങനെ ഏതായാലും ഇന്നത്തെ പരിപാടി അങ്ങനെ വൈൻഡപ്പായി. അപ്പോൾ ബാക്കി അടുത്ത സീസൺ ഉണ്ട്. ഓക്കെ, ബൈ.